Welcome to RK's Stories. പ്രിയ പ്രണയിനി ഭാഗം 18. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. അന്നത്തെ ഉത്സവരാവിന്റെ അവസാന യാമങ്ങളിൽ ആകാശത്ത് വിസ്മയം തീർക്കുവാനായി വെടിക്കെട്ട് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പോലീസ് ജീപ്പിന്റെ ബോണറ്റിൽ ചാരി കൈകൾ മാറോട് പിണച്ചു കെട്ടി നിൽക്കുന്ന ദേവനോട് ചേർന്നു തന്നെ ഗൗരിയും നിൽപ്പുണ്ട്. തൊട്ടുമുന്നിൽ ജാസ്മിനും. ഗൗരിയുടെ സാമീപ്യവും അവളോടുള്ള പ്രണയവും ദേവന്റെ മനസ്സിനെ വല്ലാതെ വലക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അവളെ സ്വാതന്ത്ര്യത്തോടെ അടുത്ത് കിട്ടിയതിന്റെ ഉന്മാദത്തിലായിരുന്നു അവൻ. കൈകൾ കൊണ്ട് ചുറ്റിപ്പിടിച്ച് അവളെ ചേർത്ത് നിർത്താൻ അവൻ കൊതിച്ചെങ്കിലും പരിസരബോധവും ഇട്ടിരിക്കുന്ന യൂണിഫോമിന്റെ ചട്ടക്കൂടുകളും അവനെ അടക്കി നിർത്തി. ഗൗരിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. കൗമാരകാലം മുതൽക്കേ കൊതിച്ചിരുന്നവന്റെ സാമീപ്യമാണ് തൊട്ടടുത്ത്. ഒന്നായി ചേരുവാൻ ഇനി മുന്നിൽ തടസ്സങ്ങളൊന്നുമില്ലെങ്കിലും ഒരു അപകർഷതാബോധം ഉള്ളിലിരുന്ന് പിന്നോട്ട് വലിക്കുന്നുണ്ട്. അതിനൊക്കെയും മേലെയാണ് അവനോട് ചേർന്ന് നിന്ന് ഉത്സവം ആസ്വദിക്കുവാനുള്ള മോഹവും. ആകാശത്തേക്ക് കുതിച്ചുയരുന്ന അമിട്ടുകൾ ഉഗ്രശബ്ദത്തോടെ പൊട്ടിവിരിഞ്ഞപ്പോ ഗൗരിയുടെ കണ്ണുകളിൽ അത്ഭുതം നിറഞ്ഞു. സ്വയം അറിയാതെ അവളുടെ കൈകൾ പിണച്ചു കെട്ടിയിരുന്ന അവന്റെ കൈകളിൽ ചുറ്റി. ചുവപ്പും പച്ചയും സ്വർണ്ണ നിറവുമൊക്കെയായി ആകാശം വർണ്ണങ്ങളുടെ ഒരു പൂന്തോട്ടമായി മാറിയ നിമിഷം ഗൗരിയുടെ മുഖം ആ വെളിച്ചത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ ആകാശത്തെ വർണ്ണവിസ്മയങ്ങളെക്കാൾ ദേവന്റെ കണ്ണുകൾ ഉടക്കി നിന്നത് ഗൗരിയുടെ മുഖത്തായിരുന്നു. അവളുടെ ആശ്ചര്യവും സന്തോഷവും കാണുമ്പോൾ പ്രണയത്തിന്റെ 1000 തിരികൾ അവന്റെ ഉള്ളിലും തെളിയുന്നത് പോലെ. ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കിയ ഗൗരി തന്നെ ഉറ്റുനോക്കുന്ന ദേവനെ കണ്ടു. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവളൊന്ന് പുഞ്ചിരിച്ചു. അത് കണ്ട് ദേവന്റെ മുഖത്തും സംതൃപ്തിയുടെ ഒരു പൂക്കാലം വിടർന്നു. ചുറ്റും കൂടിയ ആളുകൾ ആവേശത്തോടെ വെടിക്കെട്ട് ആസ്വദിക്കുകയാണ്. ആ തിരക്കിനിടയിലൂടെയാണ് നീലിമയും ഭർത്താവ് ശ്രീജനും 5 വയസ്സുകാരി കിങ്ങിണിയും അങ്ങോട്ടേക്ക് കടന്നു വന്നത്. ഭർത്താവിന്റെ കയ്യും പിടിച്ച് നടന്നു വരികയായിരുന്നു നീലിമ. ജീപ്പിനരികിൽ ദേവനോട് ചേർന്ന് നിൽക്കുന്ന ഗൗരിയെ കണ്ടതും അവളുടെ മുഖത്തെ സന്തോഷം അപ്പാടെ മാഞ്ഞുപോയി. പകരം അവിടെ ദേഷ്യത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. ശ്രീജന്റെ തോളത്തിരുന്ന കിങ്ങിണി ദേവനെ കണ്ടതും അവന്റെ അടുത്തേക്ക് ചാടാൻ ബഹളം കൂട്ടി. നീലിമയുടെ ഭാവമാറ്റം ശ്രദ്ധിച്ച ശ്രീജൻ കാര്യമറിയാതെ മിഴിച്ചു നോക്കുന്നതിനിടയിൽ അവൾ വേഗത്തിൽ ദേവന്റെയും ഗൗരിയുടെയും അടുത്തേക്കെത്തി. നീലിമയുടെ മുഖം അത്ര പന്തിയല്ല എന്ന് കണ്ട് ദേവൻ തടയാൻ ശ്രമിച്ചെങ്കിലും അതിനു മുന്നേ അവൾ പൊട്ടിത്തെറിച്ചു. എന്താടി നിന്റെ ഉദ്ദേശം? 6 വർഷം മുൻപ് എന്റെ ഏട്ടന്റെ സ്നേഹം വേണ്ടെന്ന് വെച്ചിട്ട് ആ സജീവനെ കെട്ടിയോളല്ലേ നീ? ഇപ്പൊ തിരിച്ചു വന്നിട്ട് എന്തിന് ഏട്ടന്റെ അടുത്ത് ഇങ്ങനെ ഒട്ടി നിൽക്കുന്നു? ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിരുന്നതാ ഇങ്ങനൊരു കാഴ്ച കാണാൻ. ഇനി പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. നീലിമയുടെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ട് ചിരിക്കാൻ തുടങ്ങുകയായിരുന്ന ഗൗരിയുടെ മുഖം വേദനയാൽ കോടിപ്പോയി. വിളറിയ ഒരു ചിരിയോടെ അവൾ ദേവന്റെ അടുത്തു നിന്നും അകന്നു മാറി. നീലു, മതി. ദേഷ്യത്തോടെ ദേവൻ വാക്കുകൾ പല്ലുകൾക്കിടയിലിട്ട് ഞെരിച്ചു. ഞാൻ എന്തിനു നിർത്തണം ഏട്ടാ? ഇവള് കാരണം ഏട്ടൻ അനുഭവിച്ച വേദന ഞാൻ മറന്നിട്ടില്ല. നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു. ശ്രീജൻ അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. മാമന്റെ കൈകളിലേക്ക് കുതിക്കാൻ ശ്രമിച്ച കിങ്ങിണി അമ്മയുടെ ദേഷ്യം കണ്ട് ചിണുങ്ങാൻ തുടങ്ങി. ദേവൻ കൈ നീട്ടി അവളെ കൈകളിലേക്ക് വാങ്ങിയതും അവൾ മാമന്റെ തോളിൽ മുഖം അമർത്തിക്കിടന്ന് അമ്മയെ നോക്കി. ഒരു ജന്മം മുഴുവൻ കരയാനുള്ളതൊക്കെയും 6 വർഷങ്ങൾ കൊണ്ട് കരഞ്ഞു തീർത്ത ഗൗരി ഒരക്ഷരം മറുത്തു പറയാതെ അവിടെ നിന്നും നടന്നു നീങ്ങാൻ തുടങ്ങി. അവളുടെ കൈക്ക് കയറിപ്പിടിച്ച് തടഞ്ഞ ദേവൻ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും നിശബ്ദയായി നിന്നിരുന്ന ജാസ്മിൻ അവർക്കിടയിലേക്ക് കയറി. നീലു, ഇനി നീ അവളോട് ഒരു അക്ഷരം മിണ്ടരുത്, ജാസ്മിൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അവൾ എന്നും ദേവേട്ടനെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഇവൾ ആ സജീവനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചത്? ആ തീരുമാനം അത് ദേവേട്ടനെ മാത്രമല്ല എന്നെയും അമ്മയെയും എത്ര വേദനിപ്പിച്ചെന്നറിയോ? നീലിമയുടെ വാക്കുകളിൽ കുറ്റപ്പെടുത്തലിന്റെയും നിസ്സഹായതയുടെയും സ്വരമുണ്ടായിരുന്നു. ഗൗരിയുടെ മുഖം മങ്ങി. ആ ചോദ്യത്തിന് മുന്നിൽ എന്തു പറയണമെന്നറിയാതെ അവൾ തല താഴ്ത്തി. എടി, അവൾ അന്ന് ആ വിവാഹത്തിന് സമ്മതിച്ചത് അവൾക്ക് വേണ്ടിയായിരുന്നില്ല. അനന്തേട്ടനെയും വൈശുവിന്റെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അത് മാത്രമല്ല, വൈശാഖി ഒളിച്ചോടിയത് ദേവേട്ടന്റെ സഹായത്തോടെയാണെന്നും സജീവന് അറിയാമായിരുന്നു. കിട്ടാനിരിക്കുന്ന ദേവേട്ടന്റെ ജോലി കളയിക്കുമെന്നുവരെ അയാൾ ഭീഷണിപ്പെടുത്തി. അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണെന്ന് നിനക്കറിയോ?
ഗൗരി വേഗത്തിൽ ജാസ്മിന്റെ കൈ കടന്നു പിടിച്ചു. ജാസി വേണ്ട. ഇല്ല ഗൗരി, നീ എന്നെ തടയരുത്. നീലുവും ദേവേട്ടനും ഇതറിയണം. ജാസ്മിൻ സത്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോഴേക്കും മുകളിൽ ആകാശം നിറയെ അമിട്ടുകൾ പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരുന്നു. വർണ്ണങ്ങൾ വാരി വിതറുന്ന ആകാശത്തിന് താഴെ തണുത്തുറഞ്ഞ ഒരു പഴയകാലത്തിന്റെ സത്യം പുറത്തു വരികയായിരുന്നു. ജാസ്മിൻ പറഞ്ഞു നിർത്തുമ്പോൾ വെടിക്കെട്ടിന്റെ ശബ്ദം നിലച്ചിരുന്നു. പക്ഷെ നീലിമയുടെ ഉള്ളിൽ അപ്പോഴും വലിയൊരു സ്ഫോടനം നടന്നതിന്റെ ഞെട്ടലായിരുന്നു. 6 വർഷം മുൻപ് ഗൗരി സജീവനെ വിവാഹം കഴിച്ചത് സ്വന്തം സുഖത്തിനല്ല, മറിച്ച് തന്റെ കൂടപ്പിറപ്പിനും വൈശാഖിക്കും ദേവേട്ടനും വേണ്ടിയായിരുന്നു എന്ന സത്യം നീലിമയെ പിടിച്ചുലച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കുറ്റബോധം കൊണ്ട് നീലിമയുടെ മുഖം താഴ്ന്നു. അവൾ മെല്ലെ ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു. ഒന്നും പറയാനാവാതെ വെങ്ങി പൊട്ടിക്കൊണ്ട് അവൾ ഗൗരിയെ കെട്ടിപ്പിടിച്ചു. എന്നോട് ക്ഷമിക്കടി ഗപ്പി, ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല. ദേഷ്യമായിരുന്നു നിന്നോട്. ഏട്ടന്റെ സ്നേഹം അറിഞ്ഞിട്ടും നീ ആ വിവാഹത്തിന് സമ്മതിച്ചല്ലോ എന്നുള്ള ദേഷ്യം. നീലിമയുടെ ശബ്ദമിടറി. ഗൗരിയുടെ കണ്ണുകളും ഈറനണിഞ്ഞു. അവൾ നീലിമയെ ചേർത്ത് പിടിച്ചു. സാരയില്ല നീലു, നിനക്ക് അന്ന് അങ്ങനെയൊക്കെ തോന്നിയത് സ്വാഭാവികമല്ലേ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കൂ. ഇരുവരും കരഞ്ഞുകൊണ്ട് പഴയ സൗഹൃദത്തിന്റെ ആഴം വീണ്ടെടുക്കുമ്പോൾ ദേവന്റെ കണ്ണുകളിൽ ചാരിതാർത്ഥ്യമായിരുന്നു. ജാസ്മിന്റെയും കണ്ണുകൾ അപ്പോൾ നിറഞ്ഞിരുന്നു. അപ്പോഴേക്കും ആൾക്കൂട്ടത്തിനിടയിലൂടെ ജാസ്മിന്റെ ഭർത്താവ് ഫൈസൽ 2 വയസ്സുകാരി റിസ്വാനയെ തോളത്തിരുത്തിയും 5 വയസ്സുകാരൻ അജ്മലിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്കെത്തി. അജ്മലിന്റെ തലയിൽ ചുവന്ന ലൈറ്റ് കത്തുന്ന മായാവിയുടെ കൊമ്പ് അവൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കയ്യിൽ പൊട്ടാസ് വെച്ച് പൊട്ടിക്കുന്ന ഒരു തോക്കും. വരുന്ന വഴിക്ക് മുഴുവൻ തോക്കും പൊട്ടിച്ച് തലയിലെ കൊമ്പും തെളിച്ചുകൊണ്ടാണ് ആശാന്റെ നടപ്പ്. റിസ്വാനക്കുട്ടിയുടെ കയ്യിൽ ഒരു പാവക്കുട്ടിയുണ്ട്. അവൾ അതിനെ ഞെക്കി കരയിപ്പിക്കുന്നു. ബൊലേറയ്ക്കടുത്തേക്ക് വന്ന ഫൈസൽ മുന്നിലെ രംഗം കണ്ട് മുഖം ചുളിച്ചു. ഇതെന്താപ്പാ സംഭവം, ഒരു കരച്ചിലും പിഴിച്ചിലും? അവൻ ചിരിച്ചും കൊണ്ട് എല്ലാവരെയും നോക്കി. ജാസ്മിൻ കണ്ണു തുടച്ചുകൊണ്ട് ചിരിച്ചു. ചുമ്മാ സന്തോഷം കൊണ്ട് കരഞ്ഞതയക്ക. അവൾ ഗൗരിയെ ചൂണ്ടി പറഞ്ഞു. ഇത് ഗൗരി, ഓർമ്മയുണ്ടോ ഞാൻ പറയാറുള്ള ആ ഗൗരി? ആളെ മനസ്സിലായ ഫൈസലും ശ്രീജനും ഗൗരിയോട് കുശലം പറഞ്ഞു. കുട്ടികൾ കൗതുകത്തോടെ ഗൗരിയെ നോക്കുകയായിരുന്നു. മക്കളെ, ഇത് ഗൗരി, ഉമ്മച്ചിയുടെയും നീലു ആന്റിയുടെയും ബെസ്റ്റ് ഫ്രണ്ടാ. ജാസ്മിൻ കുട്ടികൾക്കും അവളെ പരിചയപ്പെടുത്തി. ഗൗരി കുട്ടികളുടെ കവളിൽ ഒന്ന് തലോടി. മാമന്റെ തോളിലിരുന്ന് അത്രയും നേരം ഗൗരിയെ കൗതുകത്തോടെ നോക്കുകയായിരുന്ന കിങ്ങിണി താഴേക്ക് ഊർന്നിറങ്ങി അജ്മലിന്റെ തലയിലിരുന്ന കൊമ്പിൽ പിടുത്തമിട്ടു. അവളത് വലിച്ചൂരിയെടുത്ത് തന്റെ തലയിലേക്ക് ഫിറ്റ് ചെയ്തതും അജ്മലിന്റെ മുഖം ചുളുങ്ങി. മോന് ഞാൻ വേറെ വാങ്ങിത്തരാം, വാ. ദേവൻ അവനെ സമാധാനിപ്പിച്ചും കൊണ്ട് അവന്റെ കൈക്ക് പിടിച്ചു. അപ്പോഴേക്കും വെടിക്കെട്ട് കഴിഞ്ഞ് ആളുകളിൽ പലരും പിരിയാൻ തുടങ്ങിയിരുന്നു. ശേഷിച്ചവർ അവിടെ തന്നെ നിന്നു. അല്പസമയം കൂടി കഴിഞ്ഞ് ഗാനമേള ഉണ്ട്. അത് കേൾക്കാനുള്ളവരാണ് നിൽക്കുന്നത്. ഇതിനിടയിൽ എ വർഗീസും ജോസഫും രമ്യയും രാജനും ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും അവരുടെ അടുത്തേക്കെത്തി. അടുത്തു നിന്നവരെയൊക്കെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ദേവൻ രാജന് നേരെ തിരിഞ്ഞു. രാജ, നീ രമ്യയെ വീട്ടിലാക്കിയിട്ട് ജീപ്പ് കൊണ്ടുപോയി സ്റ്റേഷനിലിട്ടേക്ക്. രാവിലെ വീട്ടിലേക്ക് വന്നാൽ മതി. അപ്പൊ സാറോ? രാജൻ സംശയത്തോടെ ദേവനെ നോക്കി. ഇവിടെ അടുത്തല്ലേ വീട്, ഞാൻ ഇവരോടൊപ്പം നടന്നു പോയിക്കൊള്ളാം. വർഗീസ് സാറും ജോസഫും ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? ഓ സാർ, ഞങ്ങൾ ഗാനമേള കഴിഞ്ഞിട്ടേ പോകൂ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. ദേവനെ സല്യൂട്ട് ചെയ്തിട്ട് രമ്യ കയറിയതും രാജൻ ബൊലേറോ മുന്നിലേക്കെടുത്തു. ദേവനോട് യാത്ര പറഞ്ഞ എ വർഗീസും ജോസഫും സ്റ്റേജിനടുത്തേക്ക് നീങ്ങുകയും ചെയ്തു. കുട്ടികളുടെ കയ്യും പിടിച്ച് ദേവൻ ആദ്യം നടന്നത് വളക്കടകൾക്ക് നേരെയായിരുന്നു. ഫൈസലും ശ്രീജനും അവനോടൊപ്പം സംസാരിച്ചുകൊണ്ട് നീങ്ങിയപ്പോൾ അവർക്ക് പിന്നിൽ ആ കൂട്ടുകാരികൾ പരസ്പരം കാണാതിരുന്ന 6 വർഷത്തെ അനുഭവങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. വളക്കടകൾക്കടുത്തെത്തിയ ദേവൻ കുട്ടികൾ ചൂണ്ടിക്കാട്ടിയ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഗൗരിക്ക് നേരെ തിരിഞ്ഞു. വായിങ്ങോട്ട്. അവൻ വിളിച്ചത് കേട്ട് നീലിമ അവളെ മുന്നിലേക്ക് ഉന്തി. അടുത്തേക്ക് ചെന്നതും അവളുടെ കൈ പിടിച്ച് മുന്നിലേക്ക് നീട്ടിയിട്ട് കടയിൽ കണ്ട കുപ്പിവളകളിൽ ഓരോ സെറ്റ് നിറവും അവൻ അവളുടെ കൈകളിൽ അണിയിച്ചു. ചോദ്യവും പറച്ചിലൊന്നും ഇല്ലേ? ഗൗരി കളിയായിട്ട് ചോദിച്ചു. ചോദിക്കാനും പറയാനും നിന്നതിൻ്റെ 6 വർഷം അങ്ങ് നഷ്ടപ്പെട്ടു പോയത്. ഇനി അതൊന്നുമില്ല, അങ്ങ് ഏറ്റെടുക്കുക. കാശ് കൊടുക്കുന്നതിനിടയിലുള്ള കമന്റ് കേട്ട് അവനെ നോക്കി അവളുടെ കണ്ണുകൾ അവനോടുള്ള പ്രണയത്താൽ തിളങ്ങി. നിലാവ് വീണ് കിടക്കുന്ന ഇടവഴിയിലൂടെ വീട്ടിലേക്ക് നടക്കുമ്പോൾ
ഗൗരിക്കും ദേവനും അവരുടേതായ സ്വകാര്യ നിമിഷങ്ങൾ നൽകിക്കൊണ്ട് ബാക്കിയുള്ളവർ മുന്നിൽ നടന്നു. ഗൗരിയുടെ കൈകൾ ദേവൻ തന്റെ കൈക്കുള്ളിലാക്കിയിരുന്നു. ആ സ്പർശനത്തിൽ 6 വർഷത്തെ കാത്തിരിപ്പിന്റെ ചൂടുണ്ടായിരുന്നു. ദേവന്റെ തൊപ്പിയും തലയിൽ വെച്ച് കിങ്ങിണി അവന്റെ തോളിൽ തന്നെ ഇരിപ്പായിരുന്നു. ജാസ്മിന്റെ മകൻ അജ്മൽ ഗൗരിയുടെ കയ്യിലും തൂങ്ങി കൂടെ നടന്നു. നടത്തത്തിനിടയിൽ ദേവന്റെ താടിക്ക് തട്ടിക്കൊണ്ട് കിങ്ങിണി ചോദിച്ചു, മാമ, ഈ ആന്റി മാമന്റെ ആരാ? അവളുടെ ചോദ്യം കേട്ട് ഗൗരി കുസൃതിയോടെ ദേവനെ നോക്കി. അവന്റെ മറുപടി എന്തെന്നറിയാനുള്ള ആകാംക്ഷയായിരുന്നു അവൾക്ക്. അവൻ കുഞ്ഞിന്റെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതേ നിന്റെ അമ്മായിയാ. അതൊന്നും ഓൾക്ക് അറിയില്ല മാമ. മാമനെ ഈ ആന്റിയെ കല്യാണം കഴിക്കാൻ പോവുവാടി. അപ്പോ ആന്റി മാമന്റെ ഭാര്യയാകും അല്ലേ? ഗൗരിയുടെ കയ്യിൽ തൂങ്ങി നടക്കുകയായിരുന്ന ആ 5 വയസ്സുകാരന്റെ കണ്ടുപിടുത്തം കേട്ട് മുന്നിൽ നടന്നിരുന്നവർ പോലും പൊട്ടിച്ചിരിച്ചു. ഗൗരി വാത്സല്യത്തോടെ കുട്ടികളെ നോക്കി. ദേവന്റെ ഒക്കത്തിരുന്ന കിങ്ങിണി ഗൗരിക്ക് നേരെ കൈ നീട്ടി. ഗൗരി ചിരിച്ചുകൊണ്ട് ആ കുഞ്ഞി കൈകളിൽ പിടിച്ച് ഓമനിച്ചു. ഇരുട്ട് വീണ വഴികളിൽ അവരുടെ ചിരിയും വർത്തമാനങ്ങളും മുഴങ്ങി. അല്പം മുന്നേ ആകാശത്ത് വിരിഞ്ഞ വർണ്ണങ്ങളുടെ മായാപ്രപഞ്ചം അപ്പോൾ ഗൗരിയുടെ മനസ്സിലായിരുന്നു വിരിഞ്ഞത്. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥ ഇഷ്ടമാകുന്നവർ ഒരു അഭിപ്രായമെങ്കിലും പറഞ്ഞിട്ട് പോകണേ. കൂടാതെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. താങ്ക്